ലോകത്ത് മുഴുവനും മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ വരേണ്ടതില്ലെന്ന് ഏകകണ്ഠമായി പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏതാനും ചില ഈ മുജാഹിദ് ജമാഅത്ത് ലോബികൾ ഒഴിച്ച് ലോകത്ത് എവിടെയും ഇവരുടേതായ ഈ വാദം ഇല്ല എന്നതാണ്. ഇവിടെ ചെയ്തു വരുന്ന മുഴുവനും ഇപ്പോൾ ഏറ്റവും പുതിയ വിഷയത്തിലേക്ക് ആദ്യം വരാം. ബഹ്റൈനിലെ ജുമുഅ എന്താ വിഷയം? ബഹ്റൈനിലെ അറാദ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ പള്ളിയിൽ നിങ്ങൾക്ക് പോകാം, അന്വേഷിക്കാം, പഠിക്കാം. കണ്ടവർ മുഴുവനും പറയുന്നത് ആ പള്ളിയിൽ സ്ഥിരമായി ജമാഅത്തിന് സ്ത്രീകൾ വരാറുണ്ട്. എല്ലാ ജുമുഅക്കും സ്ത്രീകൾ വരാറുണ്ട്. അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഒരു ഭദ്രമായ റൂമുണ്ട്. ആ റൂമിന്റെ ഒരു ഭാഗത്ത് സത്ഹുൻ നിസാ എന്ന് പറയുന്ന ബോർഡ് കാണാം. അതിലേക്കുള്ള എൻട്രൻസ് വഴിയിൽ കാണാം മദ്ഖലുൻ നിസാ എന്നുള്ള ബോർഡ് കാണാം. അവിടെ സ്ത്രീകൾ ഉളൂ ചെയ്യുന്ന ഭാഗത്ത് മഹല്ലുൻ നിസാ എന്ന് പറഞ്ഞ ഉളൂ ചെയ്യാൻ പ്രത്യേകമായ ഭാഗം കാണാം. ഈ ഒരു പള്ളിയില് കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചപ്പോ AP അബൂബക്കർ മൗലവി എന്ന് പറയുന്ന ആള് പെണ്ണുങ്ങളെ കണ്ടിയാണ് മൂപ്പരെ പരാതി. പരാതി ഏതാ? ഇത് സിറാജ് പത്രം. അദ്ദേഹം പറഞ്ഞത് മാത്രം വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിന് അവ്വറല്ലാഹു മർക്കദ ഉസ്താദ് പറയാറുണ്ട്, കളവ് പറഞ്ഞാൽ കുടുങ്ങിപ്പോകും മക്കളെ, സത്യം മാത്രം പറഞ്ഞാൽ ഒന്നും സംഭവിക്കൂല. വല്ല കുഴപ്പത്തിനും പെട്ടുപോയോ എന്നാ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം വരില്ല. അതേ സമയത്തോ ഇല്ല എന്ന് പറഞ്ഞാൽ ന്യായീകരിച്ച് ആകെ വഷളാകും. അതുകൊണ്ട് ഇയാൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ ആ പോയ പള്ളിയിൽ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. കാരണം എന്താ? ഖത്തീബ് ഒരിക്കലും പെണ്ണുങ്ങളെ കാണാൻ പറ്റിയ രൂപത്തിലല്ല. സ്വാഭാവികമാണല്ലോ. ഇദ്ദേഹം ഉളൂ ചെയ്ത് കാറിൽ കയറി നേരെ മിഹ്റാബിന് സമീപം വന്നിട്ട് അവിടെ വണ്ടി ഇറങ്ങി മിമ്പറിൽ കയറി ഖുതുബ നിർവഹിച്ചു. സ്ത്രീകളെ കണ്ടിട്ടുണ്ടാവില്ല. അയാളെ കുറ്റപ്പെടുത്താൻ പറ്റൊന്നുമില്ല. അയാൾക്കത് പറഞ്ഞാൽ മതിയായിരുന്നു. അയാൾ പറഞ്ഞത് ഞാൻ വായിക്കാം. ഹഡിങ് എന്താ? ബഹ്റൈൻ ജുമുഅ കുപ്പചരണത്തിന് പിന്നിൽ സുന്നി വിരുദ്ധ ഗൂഢാലോചന. സുന്നി വിരുദ്ധ ഗൂഢാലോചന. പെണ്ണുങ്ങൾക്ക് ഖുതുബ ഓതി കൊടുത്തത് പിന്നെ സുന്നി വിരുദ്ധ ഗൂഢാലോചന. എന്നാ കേട്ടോ, മനാമ. ബഹ്റൈനിൽ ഞാൻ പങ്കെടുത്ത ജുമുഅ നിസ്കാരത്തിന് പള്ളിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഇതിനു പിന്നിൽ സുന്നി വിരുദ്ധ ലോബിയുടെ വ്യക്തമായ ഗൂഢാലോചന നടന്നതായും ജമിയത്തുൽ ഉലമ അഖിലേന്ത്യാ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ അറിയിച്ചു. കേട്ടോ, ബഹ്റൈനിലെ അറാദ് ജുമാ മസ്ജിദിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്റെ നേതൃത്വത്തിൽ നടന്ന ജുമഅക്ക് പള്ളിയിൽ ഒരൊറ്റ സ്ത്രീയും പങ്കെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അപ്പൊ എന്ത് മനസ്സിലാക്കും പൊതുജനങ്ങള്? ഇയാള് പള്ളിയിൽ ചെന്നോണ്ട് ആകെ നടന്നു, ഇവിടെ വല്ല പെണ്ണുങ്ങളുണ്ടോ നോക്കി നടന്നു എന്നാ. സുബ്ഹാനല്ലാഹ്, അയാൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഖുതുബോന ഖത്തീബ് എന്നാലും ജുമുഅ ഖുതുബ ഓതിയാ പോരെ, പിന്നെ പെണ്ണുങ്ങളുടെ നോക്കിയെടുക്കണം. അതല്ലേ ഈ പറഞ്ഞത്? നിങ്ങൾ എന്റെ ബാക്കി വായിച്ചു നോക്ക് എന്നിട്ട് പറയുന്നു, ജമിയത്തുൽ ഇസ്ലാമിയുടെ അതിഥിയായിട്ടാണ് ബഹ്റൈനിലെത്തിയത്. ജുമുഅ നിസ്കാരം നേതൃത്വം നൽകിയ ഈ പള്ളിയുടെ 2 നിലയിലും പുരുഷന്മാർ മാത്രമാണ്. പള്ളിയിൽ സ്ത്രീകൾ പങ്കെടുത്തത് എന്നത് കല്ല് വെച്ച നുണയാണ്. അയാളെ ശരിയാണത്. വല്ലാഹി പറയാൻ പറ്റെടുത്ത് വല്ലാഹി പറയും, അല്ലെങ്കിൽ സുമ്മ വല്ലാഹി കൂട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ കല്ല് വെച്ച നോണാന്ന് പറയും. ഇതാ ഞാൻ പറഞ്ഞ കാന്തപുരത്തിന്റെ കല്ല് വെച്ച നോണാന്നുള്ളത്. എന്താ ഈ പറഞ്ഞർത്ഥം? സ്ഥിരമായി അവിടെ ജമാഅത്തിന് പെണ്ണുങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് അവിടുത്തെക്കാർക്ക് പരിചയമുണ്ട്. എല്ലാ ജുമുഅക്കും വരാറുണ്ട്. ഇനി ഇയാൾ പറഞ്ഞ സത്യമാണ് എന്ന് സങ്കല്പിക്കാം. എങ്ങനെ? ഇയാള് വന്ന അന്ന് ഒരൊറ്റ പെണ്ണുങ്ങളും വന്നിട്ടില്ല എന്നാ ഈ മനുഷ്യന്മാരിപ്പോ എന്താ ധരിക്കുക? സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങൾക്ക് മുഴുവൻ ഇയാളെ പേടിയാണല്ല. എന്നാലും അതല്ലേ സംഭവിക്കുള്ളൂ. എല്ലാ വെള്ളിയാഴ്ചയും പെണ്ണുങ്ങൾ വരും, എല്ലാ വക്കത്തിലും പെണ്ണുങ്ങൾ വരും. ഇന്ന് ഇയാളെ ഖുതുബക്ക് എന്നാന്ന് പോകാൻ പറ്റൂലട്ടോ എന്ന് മറ്റേ ആളാണ്. ഇതല്ലേ പറഞ്ഞതിനർത്ഥം? ഓർക്കുകയാണ്, ബഹ്റൈനിൽ മാത്രമല്ല ഷാർജയിൽ പോയല്ലോ. ഷാർജയിൽ പോയിട്ട് 8 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചില്ലേ? ഇല്ല എന്ന് അബൂബക്കർ മൗലവിക്ക് പറയാൻ പറ്റുമോ? ഉണ്ടെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കും. ഉണ്ടെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കും. ഷാർജയിൽ അദ്ദേഹത്തിന്റെ കൂടെ 8 റക്അത്ത് തറാവീഹ് നിസ്കാരത്തിൽ സംബന്ധിച്ച ഒട്ടനേകം ആളുകളെ എനിക്ക് പരിചയമുണ്ട്. നേരിൽ സംബന്ധിച്ച ആളുകൾ ഞാനുമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അന്നും ഇദ്ദേഹത്തിന് പറ്റിയ അബദ്ധം, ഒരു കളവ് പറഞ്ഞു. തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് വിവാദമായി. ഇയാളെ ഈ സ്വഭാവം ജനങ്ങൾ അറിഞ്ഞു. 8 റക്അത്ത് തറാവീഹ് ഏതോ അറബികൾക്ക് വേണ്ടി പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു.
ഇവിടെ വന്ന് 20 റക്അത്ത് എന്ന് പറയുന്ന ആള് അവിടെ പോയി 8 നിസ്കരിച്ചപ്പോ അതൊരു പ്രശ്നമാണ് എന്ന് കണ്ടപ്പോ ഉടനെ പറഞ്ഞു, അങ്ങനെ ഞാൻ തറാവീഹ് 8 നിസ്കരിച്ചു, ഞാൻ 20 നിസ്കരിച്ചത്. പിന്നെ തെളിവുകൾ നിരത്തിയിട്ട് കണ്ട ആളുകൾ കാര്യം തുറന്നു പറയാൻ തുടങ്ങിയപ്പോ ഇയാള് പറഞ്ഞ്, ഞാൻ 8 റക്അത്ത് നിസ്കരിച്ച അയാൾ സലാം വീട്ടി നിർത്തിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് 8 റക്അത്തേ ഉള്ളൂ, ഞാൻ ഉടനെ പോയിട്ട് വരാന്തയെ പോയിട്ട് ബാക്കി 12 പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ പള്ളിക്ക് വരാന്തനല്ല, ആ പള്ളിക്ക് വരാന്തല്ലാണ് അപ്പഴാ തിരിഞ്ഞത്. അത് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, എന്നെ മൂന്നീർ അംസാജി കൊണ്ടുപോയി പറ്റിച്ചതാണ്. എങ്ങനെ ഇയാൾ ആ ദിവസം മൂന്നീർ അംസാജി പറ്റിക്കല്? വിഷയം അവിടെയല്ല. വിദാളികൾക്ക് വേണ്ടി 8 നിസ്കരിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടി 8 നിസ്കരിച്ചു കൊടുത്തു. അയാളെ വാദം 20 ആണെങ്കിലും വേണമെങ്കിൽ കാശിന് വേണ്ടി 8 ആക്കാം. അത് തന്നെയാണത്.